പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് വളരെ മുതബറക്കായ ഒരു മജ്‌ലിസ് അല്ല, മനുഷ്യർക്ക് മാത്രമല്ല, സർവ സൃഷ്ടി ചരാചരങ്ങൾക്കും കാരുണ്യം വിതരണം ചെയ്യുന്ന, സ്നേഹം സമ്മാനിക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട മഹത്തുക്കളായ അഹ്ലുൽ ബൈത്ത് ഓരോ കാലഘട്ടത്തിലും വിവിധങ്ങളായ പ്രവിശ്യകളിൽ, നാടുകളിൽ യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പകർന്നു നൽകുന്നവരാണ്. പരിശുദ്ധമായ ഇസ്ലാം അത് പഠിക്കേണ്ടത് മഹാന്മാരായ സാദാത്തുക്കളിൽ നിന്നാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാരെന്ന് പരിചയപ്പെടുത്തപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്നാണ്. വിവരമില്ലാത്തവരിൽ നിന്ന് ഇസ്ലാം പഠിച്ചാൽ, ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാവുകയാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ വളർച്ചയും വ്യാപനവും ഈ മജ്‌ലിസ് തന്നെ മഹാനായ ഗരീബ് നവാസ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മജ്‌ലിസ് കൂടെയാണല്ലോ. മഹാനവറുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം മദീന പരിശുദ്ധമായ അജ്മീരിലെത്തുന്നത്. ആ നാട്ടിൽ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ യഥാർത്ഥമായ ധർമ്മത്തിലേക്കും സത്യത്തിലേക്കും നീതിയിലേക്കും ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമ്പരയിൽപ്പെട്ട മഹാനാണല്ലോ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ ദർബാർ, അവിടുത്തെ മഖാം, അവിടെ സിയാറത്തിന് പോയവർക്കറിയാം. അതല്ലാതെയും നമുക്കൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വരുന്നവർ കേവലം വിശ്വാസികളല്ല. അതേ, എല്ലാ ജാതിയും മതവും എല്ലാ മനുഷ്യരും അവിടെ വരുന്നുണ്ട്. ഖാജാ തങ്ങളുടെ ദർബാറിൽ വരുന്നുണ്ട്. ഇതുപോലെയാണ് മഹാന്മാരായ സാദാത്തുക്കളും മഹാന്മാരായ പണ്ഡിതന്മാരെയും ആശ്രയിച്ചുകൊണ്ട് അവരിലേക്ക് അഭയം തേടിക്കൊണ്ടുവരുന്നവർ മനുഷ്യരാണ്. അവർ വിശ്വാസികൾ മാത്രമല്ല. ഒരിക്കലും ഇസ്ലാമിന് നേതൃത്വം നൽകുന്ന, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, സമുദായത്തിന് നേതൃത്വം നൽകുന്ന അഹ്ലുൽ ബൈത്തിനോ പണ്ഡിതന്മാർക്കോ തീവ്രവാദമോ ഭീകരവാദമോ അതുപോലെയുള്ള മോശമായ ചിന്തകളിലേക്ക് ജനങ്ങളെ നയിക്കാനോ നിർദ്ദേശം നൽകാനോ സാധ്യമല്ല. അവരൊരിക്കലും അത് ചെയ്യുകയുമില്ല, ചെയ്യുന്നുമില്ല. കാരണം എല്ലാം പഠിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ കടലാണ്. ശത്രുക്കളോട് പോലും വളരെ നീതിയും
മാന്യമായിട്ടുമല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പെരുമാറിയിട്ടില്ല. സ്വന്തം ജനിച്ചു വളർന്ന മക്കത്തുൽ മുശറഫ, ആ മക്കയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ സത്യത്തിലേക്കും നീതിയിലേക്കും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണിക്കത് കാരണം മാത്രമായി ഹബീബായ തങ്ങൾക്ക് ധാരാളം മർദ്ദനങ്ങൾ, പ്രയാസങ്ങൾ ഏറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം പലായനം ഹിജ്റ പോയി. പിന്നീട് മക്കയിലേക്ക് മക്കം ഫത്ഹിന് വരുന്ന സമയത്ത് ശത്രുക്കളെല്ലാം ബേജാറിലായിരുന്നു, പേടിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ, ലാ തദ്രീബ അലൈക്കുമുൽ യൗമ അൻതുമുത് തുലഖാ, ഇന്ന് പ്രതികാരമില്ല, നിങ്ങൾ സ്വാതന്ത്ര്യരാണ്. ഏത് രൂപത്തിലും പ്രതികാരം വീട്ടാനുള്ള അവസരം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലുണ്ട്, അവസരമുണ്ട്. പക്ഷേ നബി തങ്ങൾ അത് ഉപയോഗപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യമാണ് വിതരണം ചെയ്യുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവുമാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങളെ മുഴുവൻ സത്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ശാശ്വതമായ വിജയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. അവിടെ നിർബന്ധിക്കലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇസ്ലാമിൽ ദീനൊരിക്കലും നിർബന്ധിക്കലില്ല. ഒരാളും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ തന്നെ അതിന്റെ നിബന്ധനയാണല്ലോ ഷഹാദത്തൈനി. അത് മനസ്സിൽ ഉറപ്പിച്ചു നാവുകൊണ്ട് വ്യക്തമാക്കണമല്ലോ. കേവലം നാവുകളെ കൊണ്ട് ആ പദങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിലേക്ക് വരുന്നില്ല. മറിച്ച് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുമ്പോഴല്ലേ ഇസ്ലാമാകുന്നത്, മുസ്ലിമാകുന്നത്. നിർബന്ധിച്ചുകൊണ്ട് ഒരാളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് ഇസ്ലാമിലില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാകുന്ന, അവിടുത്തെ അനന്തരക്കാരാകുന്ന പണ്ഡിതന്മാർ, അവിടുത്തെ മക്കളാകുന്ന, പേരമക്കളാകുന്ന സാദാത്തുക്കൾ ഓരോ നാടുകളിലും അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മാത്രമല്ലല്ലോ സുൽത്താനുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ ആത്മീയ ചക്രവർത്തിയാണ് മഹാനായ ഗരീബ് നവാസ്. അവിടുത്തെ പേര് തന്നെ അറിയപ്പെടുന്നത് പാവങ്ങളുടെ അത്താണി എന്ന പേരിലല്ലേ അറിയപ്പെടുന്നത്. പാവങ്ങളുടെ അത്താണിയാണ്. ഇതാണ് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ അടയാളം. എല്ലാവർക്കും ആശ്രയമാകണം, എല്ലാവർക്കും സ്നേഹവും കാരുണ്യവും നൽകണം. നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമനെ കുറിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. ഖൈറുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമരാരാണ്? അൻഫഉൻ നാസി, ജനങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നവരാണ്, ഉപകാരം ചെയ്യുന്നവരാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ദുആഇന്റെ മജ്ലിസിൽ, റാത്തീബിന്റെ മജ്ലിസിൽ, ഇതുപോലെയുള്ള ദിക്റിന്റെയും മഹത്വങ്ങളേറിയ മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. അതേ, പരിശുദ്ധമായ ഇസ്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആത്മീയമായ വലിയ ഉയർച്ചകൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇന്ന് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ്, പ്രയാസങ്ങൾക്ക് നടുവിലാണ്. എല്ലാ അർത്ഥത്തിലും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ചോദ്യം ചെയ്യപ്പെടലുകളും നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ശാന്തി
ശാന്തിയും സമാധാനവും ഇവിടെ മാത്രമാണ്. അള്ളാഹുവിനെ സ്മരിക്കലിലൂടെയാണ്, അള്ളാഹുവിനെ പറയുന്ന മജ്‌ലിസിലൂടെയാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന മജ്‌ലിസിലൂടെയാണ്, അള്ളാഹുവിന്റെ അസ്മാഉൽ പാരായണം ചെയ്യുന്ന മജ്‌ലിസിലൂടെയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവിന്റെ അസ്മാഉകൾ ചൊല്ലാൻ, അഹ്ലു ബൈത്തിനെ പറഞ്ഞ് തവസ്സുൽ ചെയ്യാൻ, മഹാന്മാരായ ഔലിയാക്കളെ മുൻനിർത്തി റബ്ബിനോട് ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവും ബഹുമാനവും നൽകിയിരിക്കുന്ന അംബിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ അല്ലാഹു തആല വലിയ ആദരവും ബഹുമാനവും നൽകി. അവർക്ക് വലിയ പവറുകൾ അല്ലാഹു നൽകി. മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഖാജാ തങ്ങളെ പോലെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ, ആ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകിയ കഴിവുകൾ എത്രയാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? അവരുടെ ജീവിതകാലത്ത് തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. അവരൊരിക്കലും വാളുകളെ കൊണ്ടോ മറ്റു അക്രമങ്ങളെ കൊണ്ടോ ഇസ്ലാമിനെ അവർ പരിചയപ്പെടുത്തിയില്ല. മറിച്ച് അല്ലാഹു തആല അവർക്ക് നൽകിയ വലിയ ആദരവും കറാമത്തുകളും, ആ കറാമത്തുകളിലൂടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് മഹാന്മാരായ ഔലിയാക്കൾ ക്ഷണിക്കുന്നതും അവർ പ്രചരണം നടത്തുന്നതും ഇതെല്ലാം നല്ല ഉപദേശങ്ങൾ നൽകിയാണ്, നല്ല വാളുകൾ പറഞ്ഞു കൊടുത്താണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ കുറിച്ചും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും അവർ പരിചയപ്പെടുത്തുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശദീകരിച്ചു, യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ചോദിക്കുകയാണ്, ഖാലൂ ലിമൻ? ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിനെ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിനുള്ള ഗുണകാംക്ഷ. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? പാരത്രികമായ വിജയമാണ്. വമാ ഖലഖതുൽ ഇൻസ വൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, ആരാധിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആരാധനകൾ നിർവഹിക്കുന്നു, നമുക്ക് അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാകണം ആരാധന? എങ്ങനെയാകണം അല്ലാഹുവിനുള്ള ഇബാദത്ത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശദീകരിക്കുകയാണ്. റബ്ബിനോടുള്ള ഗുണകാംക്ഷ അത് ഏത് രൂപത്തിലാകണമെന്ന് ഹബീബ് തങ്ങൾ അവിടുന്ന് വിശദീകരിക്കുകയാണ്. أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. أن تعبد الله, അല്ലാഹുവിനെ നീ ആരാധിക്കലാണ്. كأنك تراه, അല്ലാഹുവിനെ നീ ഹൃദയം കണ്ടുകൊണ്ട് കാണുന്നത് പോലെ നീ ആരാധിക്കണം. കണ്ണുകളെ കൊണ്ട് റബ്ബിനെ കാണാൻ നമുക്ക് സാധ്യമല്ല. ലോകത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഒരാൾക്കും ഹബീബ അല്ലാഹുവിനെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഅന്നക തറാ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, ആരാധിക്കേണ്ടത് ഹൃദയം കൊണ്ട് റബ്ബിനെ കാണണം, മനസ്സുകൊണ്ട് കാണണം. ആത്മാർത്ഥമായി നമ്മളെല്ലാ പ്രവർത്തനങ്ങളും, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തനങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് എന്ന മനസ്സ് നമുക്കുണ്ടാകണം, ആത്മാർത്ഥമായ ചിന്തയുണ്ടാകണം.
ഏത് പ്രവർത്തനങ്ങളാണ് എല്ലാം ഇബാദത്തുകളാണ്. ഓരോ ചലനങ്ങളും ഇബാദത്തുകളാക്കാൻ പരിശുദ്ധ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നിയ്യത്തുകൾ അടിസ്ഥാനപ്പെടുത്തി വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. നമ്മുടെ മനസ്സിൽ നിന്നാണല്ലോ, ഹൃദയത്തിലാണല്ലോ നിയ്യത്തുണ്ടാകുന്നത്, കരുത്തുണ്ടാകുന്നത്. ചെറിയ പ്രവർത്തനങ്ങളായിരിക്കും, പക്ഷേ അതിന്റെ കരുത്തനുസരിച്ച് അതിന്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ വിശദീകരിച്ചല്ലോ. എപ്പോഴും മനസ്സിന്റെ സാന്നിധ്യത്തോടുകൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളും നിർവഹിക്കേണ്ടത്. أنت عبد الله كأنك تراه فإن لم تكن تراه فإنه يراك إن لم تكن تراه. നിനക്ക് ഹൃദയം കൊണ്ടും റബ്ബിനെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ, ഹൃദയത്തിലും റബ്ബിന്റെ സാന്നിധ്യം കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ മനസ്സിലാക്കണം കേട്ടോ, ഫഇന്നഹു യറാക. അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. നിന്റെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും, ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും റബ്ബ് കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. CCTV നമ്മൾ വ്യാപകമായിട്ട് എല്ലായിടത്തും, എല്ലാ ഭാഗങ്ങളിലും CCTV കാണാം. അതിങ്ങനെ നിരീക്ഷിക്കപ്പെടുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ചലനങ്ങളെ, നമ്മുടെ വരവുകൾ, പോക്കുകളൊക്കെ അതിൽ സ്കാൻ ചെയ്യപ്പെടുന്നു, പകർത്തപ്പെടുന്നു, റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇന്ന റബ്ബക ലഫീ മിർസാദ്. നിരീക്ഷണ കണ്ണോടുകൂടി റബ്ബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ആ രൂപത്തിലാകണം നീ ഇബാദത്ത് ചെയ്യേണ്ടത്.